Hello, welcome back to BTB Chronicle. Yes, this is Harshi Usman, your business consultant. How an opportunity sells? Yes, ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ സെൽ ചെയ്യാം? ഓപ്പർച്യൂണിറ്റി നമുക്ക് സെൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ്, റൈറ്റ്? ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്താണ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്താണ് അവസരം എന്നുള്ളത് നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ഓപ്പർച്യൂണിറ്റി. സോ എങ്ങനെയാണ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാം എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. യെസ്, SWOT അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. ഈ 4 കാര്യങ്ങൾ ഉള്ള SWOT അനാലിസിസ്, SWOT അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനാലിസിസിനെ നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാണ്. This is a simple method that a business owner can find an opportunity in his organization. Yes, എങ്ങനെയാണ് ഇത് ചെയ്യാം? നമ്മൾ മന്ത്ലി ഒരു ഗ്യാതറിംഗ്, നമ്മൾ മന്ത്ലി ഒരു എംപ്ലോയീസ് ഗ്യാതറിംഗ് വെക്കുക. എംപ്ലോയീസിനെ ഗ്യാതറിംഗിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ മിഡ് ലെവൽ എംപ്ലോയീസും ലോ ലെവൽ എംപ്ലോയീസും ഹയർ മാനേജ്മെന്റ് എംപ്ലോയീസിനെയും എല്ലാവരെയും ഒരു മീറ്റിംഗിൽ ഗ്യാദർ ചെയ്യിച്ചിട്ട് അവരോട് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു സെഷൻ എന്ന് പറയുന്നത് SWOT അനാലിസിസ് സെഷൻ ആയിരിക്കണം. യെസ്, എങ്ങനെ ചെയ്യാം? നമ്മൾ എംപ്ലോയീസിനെ ഗ്യാദർ ചെയ്യിപ്പിച്ചു. ബേസിക്കലി എന്തിനാണ് നമ്മൾ എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എംപ്ലോയീസ് ആണ് നമ്മളെ ബിസിനസിനെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ. നമ്മുടെ സിസ്റ്റമാണ് നമ്മളെ ബിസിനസിനെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യിക്കുന്നത്, അല്ലാണ്ട് ബിസിനസ് ഓണർ അല്ല. ഒരു ബിസിനസ് ഓണർ അല്ല ഒരിക്കലും ഒരു ബിസിനസിനെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. ക്രിയേറ്റിംഗ് ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ വിച്ച് ഡ്രൈവ്സ് ദ ഓർഗനൈസേഷൻ ആക്ച്വലി. സോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത സിസ്റ്റത്തിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, സെയിൽസിന്റെ എംപ്ലോയീസ് ഉണ്ടാവും, മാർക്കറ്റിംഗിന്റെ എംപ്ലോയീസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഓപ്പറേഷൻസിലുള്ള എംപ്ലോയീസ് ഉണ്ടാവും, മാനേജ്മെന്റ് ലെവലിലുള്ള എംപ്ലോയീസ് ഉണ്ടാവും. ഇവരെ കൊണ്ടൊക്കെ നമ്മൾ എന്താക്കിക്കണം? ഈ പറഞ്ഞ ഓരോ എംപ്ലോയീസിനെയും നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള എംപ്ലോയീസിനെ നമ്മൾ ഓർഗനൈസേഷന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതും നമ്മൾ കാര്യം അവരിലേക്ക് യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ പ്ലാനിലേക്ക് കൊണ്ടുവരാം. നമ്മളെ സിസ്റ്റത്തിലേക്ക് ഈ ഒരു സിസ്റ്റം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു സിസ്റ്റത്തിലേക്ക് ഈ ഒരു സംഭവം കൂടി നമ്മൾ അക്കോർഡിംഗ് ടു ദ ബിസിനസ് ഓണർ, ദ സിസ്റ്റം യു ഹാവ് ക്രിയേറ്റഡ് ഇൻ യുവർ ഓർഗനൈസേഷൻ ഷുഡ് ബി ഡ്രൈവിംഗ് യുവർ ഓർഗനൈസേഷൻ. നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എംപ്ലോയീസിന്റെ അടുത്ത് ഒരു 5 പോയിന്റ് സ്ട്രെങ്ത്തിനെ പറ്റിയും, ഒരു 5 പോയിന്റ് വീക്ക്നെസിനെ പറ്റിയും, ഒരു 5 പോയിന്റ് ഓപ്പർച്യൂണിറ്റിയെ പറ്റിയും, ഒരു 5 പോയിന്റ് ത്രെറ്റിനെ പറ്റിയും അവരോട് പ്രോപ്പറായിട്ട് നോട്ട് ചെയ്യാൻ നിർബന്ധമായിട്ടും പറയാം. യെസ്, കമ്പനിയിൽ അവർക്ക് ഫീൽ ചെയ്ത സ്ട്രെങ്ത് എന്താണ്, കമ്പനിയിൽ അവർക്ക് ഫീൽ ചെയ്ത വീക്ക്നെസ് എന്താണ്, കമ്പനിയിൽ അവർക്ക് ഫീൽ ചെയ്ത ഓപ്പർച്യൂണിറ്റി എന്താണ്, ത്രെറ്റ് എന്താണ്. ഇത് 5 പോയിന്റ്, 4 അല്ലെങ്കിൽ ഒരു 5 പോയിന്റ് അവരെ കൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ എന്താക്കിക്കണം? നിങ്ങൾ അവരെ കൊണ്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. എന്നിട്ട് നിങ്ങളെ മിഡ് ലെവൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് സ്റ്റാഫിനെ കൊണ്ട് അവരെ കൊണ്ട് അത് അനലൈസ് ചെയ്യിപ്പിക്കുക. അനലൈസ് ചെയ്തിട്ട് അതിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന പോയിന്റ്സ് ഏതിലാണോ അത് തീർച്ചയായിട്ടും ഒരു ബിസിനസ് ഓണർ കൺസിഡറേഷനിൽ വരേണ്ട ഒരു സംഭവമാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ ആ റിപ്പോർട്ട് വായിച്ച് അനലൈസ് ചെയ്ത് ത്രെറ്റ് ആണെങ്കിൽ എന്താണ് ത്രെറ്റ് എന്ന് മനസ്സിലാക്കി, വീക്ക്നെസ് ആണെന്ന് എന്താണ് വീക്ക്നെസ് എന്ന് മനസ്സിലാക്കി, കമ്പനിയുടെ സ്ട്രെങ്ത് അത് മതിയോ എന്ന് പോലും മനസ്സിലാക്കി ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ കണ്ടെത്തുക. ഒരു സെയിൽസ് സ്റ്റാഫ്, മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു സെയിൽസ് സ്റ്റാഫ് എപ്പോഴും പ്രോഡക്റ്റിനെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസ് ആയിട്ട് മാർക്കറ്റിലേക്ക് പോകുന്ന സെയിൽസ് സ്റ്റാഫ് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് പല രീതിയിലുള്ള പെയിൻ പോയിന്റ്സ് ഉണ്ടാവും. ഈ പെയിൻ പോയിന്റ്സ് ഈ സ്റ്റാഫിന്റെ മനസ്സിലുണ്ടാവും. ഇത് നമ്മൾ പോയിന്റ്സ് ആക്കി റിപ്പോർട്ടാക്കി അനലൈസ് ചെയ്ത് അത് നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ട്രെങ്ത്തിനെ എങ്ങനെ കൂട്ടാം, വീക്ക്നെസ്സിനെ എങ്ങനെ കൂട്ടാം, ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ഫൈൻഡ് ചെയ്യാം, ത്രെറ്റ് എന്താണെന്ന് ഫൈൻഡ്. നൗ, നിങ്ങളൊരു സ്മാർട്ട് ഓൺടർപ്രണർ ആണോ? നിങ്ങളൊരു സ്മാർട്ട് ഓൺടർപ്രണർ അല്ലെങ്കിൽ ബിസിനസ് ഓണർ ആണോ? നിങ്ങൾ SWOT അനാലിസിസ് റെഗുലർ ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക്